എങ്ങനെയാണ് നിങ്ങൾ വി എസിനെ ഓർക്കുന്നത്? പ്രത്യേകിച്ച് പുതുതലമുറ വി എസിനെ കണ്ടിട്ടുണ്ടോ? വി എസ് എത്രത്തോളം ഊർജ്ജമാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്? വി എസ് യുവത്വം അവസാനിക്കാത്ത ഒരു നേതാവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഞങ്ങൾക്ക് യുവത്വമുള്ള ഒരു മനസ്സിന് ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാണ് വി എസ്. ഞങ്ങൾ ആ പ്രചോദനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യുവത്വം മുഴുവൻ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വി എസ്? പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഇത്. ഞങ്ങൾ ഏറ്റവും ദുഃഖത്തോടു കൂടി തന്നെയാണ് ഇത് മനസ്സിൽ വെക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും തീരാ നഷ്ടം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായ ഒരു വാർദ്ധക്യത്തിലും രാഷ്ട്രീയ യൗവനം വീണ്ടെടുത്ത് തീജ്വാല പോലെ പോരാട്ട വീര്യം കൊണ്ടു നടന്ന വി എസിനെയാണ് ഇപ്പോഴത്തെ യുവതലമുറയ്ക്കും ഓർക്കാനുള്ളത്. അവർക്കെല്ലാം അത് ഇനിയുള്ള യാത്രയിൽ, ജീവിതയാത്രയിൽ, രാഷ്ട്രീയ യാത്രയിൽ, പോരാട്ടത്തിൻ്റെ വഴികളിലൊക്കെ ആ ഒരു വലിയ ഊർജ്ജമാകും. അതുകൊണ്ട് തന്നെയാണ് വി എസ് അമരനായി തുടരും എന്ന് തന്നെ പറയുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളിലും അതുതന്നെയാണ് പ്രതിഫലിക്കുന്നത്. മരിക്കുന്നില്ല വി എസ്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ അത് ഒട്ടും അതിശയോക്തിയല്ല. കാരണം ഒരു മനുഷ്യൻ്റെ മരണമല്ല നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും വീണ്ടും കുറേ അധികം മനുഷ്യരിലൂടെ ജന്മമെടുക്കുന്നത് എന്നുള്ള കാഴ്ചയാണ്. വി എസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ഏറ്റുവാങ്ങിയ വലിയൊരു ജനസഞ്ചയം. അതിനുമപ്പുറം വി എസിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവരും ആ മഹാമനുഷ്യനെ, ആ മഹാനേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനക്കൂട്ടത്തിൽ വി എസിൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല എല്ലാ ജീവിച്ച സാമൂഹ്യ സാഹചര്യങ്ങളിൽ ജീവിച്ച നേതാക്കൾ അനവധിയുണ്ട് നമുക്ക്. പക്ഷേ പലപ്പോഴും ആ കാലഘട്ടത്തിന്റെ ത്യാഗങ്ങളെയോ ആ കാലഘട്ടത്തിൽ കടന്നു വന്ന പോരാട്ടങ്ങളെയോ ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഉറച്ച ബോധ്യത്തോടെ അനുസ്മരിക്കുന്ന നേതാക്കൾ കുറവായിരിക്കും. ഇപ്പോൾ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് 57ലെയും 67ലെയും സർക്കാരിൻ്റെ കാലത്തൊക്കെ ജന്മിത്വത്തിൻ്റെ വേരുപിഴുതാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സാധിച്ചിട്ടുമുണ്ട്. ഭൂപരിഷ്കരണമൊക്കെ സാധ്യമായത് അങ്ങനെയാണ്. 2006 ഭരണത്തിൽ വരുമ്പോഴും ജന്മിത്വ കേരളത്തിൻ്റെ ആധുനിക കാല പതിപ്പായിട്ട് മാറാൻ വി എസിൻ്റെ ഭരണകാലഘട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭൂമാഫിയുടെ കടക്കൽ ആഞ്ഞു വെട്ടിക്കൊണ്ടാണ്. അദ്ദേഹം കയറി തീർത്ത മലകളും അദ്ദേഹം വീണ്ടെടുത്ത ഭൂമിയും ജലവും അന്തരീക്ഷവും എല്ലാം അതിൻ്റെ സാക്ഷ്യമായിരുന്നു എന്നുള്ളതാണ് അനന്തരം. അപ്പോൾ എങ്ങനെയാണോ നേടിയെടുത്ത സ്വാതന്ത്ര്യം, എങ്ങനെയാണോ നേടിയെടുത്ത അധികാരം, എങ്ങനെയാണോ നേടിയെടുത്ത അഭിമാന ബോധം, അതങ്ങനെ തന്നെ തുടരാൻ വി എസിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴും എന്നുള്ളതാണ്. ഒരു പ്രശ്നവുമായി വരുന്നവന് നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് വി എസ് അച്യുതാനന്ദൻ നോക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം, ഇവിടുത്തെ കുട്ടനാട്ടിലെ ജന്മിമാർക്കെതിരെയുള്ളൊക്കെ പോരാട്ടം തുടങ്ങിയ മണ്ണാണ് ആലപ്പുഴയുടെ മണ്ണ്. അതിനുശേഷം വി എസ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴും ഒക്കെ ഈ ഭൂമിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കുത്തക മുതലാളിമാർക്കെതിരെയുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ ആജീവനാന്തം തുടർന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാർഷൽ വി എസ് നേടിയെടുത്ത ഒരു ഊർജമുണ്ട്. ആ ഊർജം നൽകിയ ഒരു നാടാണ് അമ്പലപ്പുഴ. ഭൂവുടമകൾക്കെതിരെ, ഒരിക്കൽ ജന്മിമാർക്കെതിരെ തുടങ്ങിയ പോരാട്ടം പിന്നീട് ഭൂസ്വാമിമാരെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഭൂവുടമകൾക്കെതിരെ തുടർന്ന ഒരു നേതാവ്. ആ നേതാവിനെ ഈ അമ്പലപ്പുഴയിൽ നിന്ന് എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പാടശേഖരങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടു വന്നിട്ടുള്ള മറ്റൊരു നാടുകൂടിയാണ് അമ്പലപ്പുഴ. എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ വി എസ് ആദ്യമായി ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. ആ അമ്പലപ്പുഴയുടെ മണ്ണിലേക്ക് വി എസ് എത്തുമ്പോൾ അമ്പലപ്പുഴ വി എസിനെ സംബന്ധിച്ചോളം പല പാഠങ്ങളുടെയും പല വിജയങ്ങളുടെയും പല ചരിത്രം കൂടി പേറുന്ന മണ്ണാണ്. ആ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ അമ്പലപ്പുഴയുടെ മണ്ണിൽ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമ്മളിലേക്ക് എത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വി എസിനെ പോലൊരു മനുഷ്യന് ഇതിൽ കൂടുതൽ ഒരു യാത്രയപ്പ് നൽകിയില്ലെങ്കിൽ മാത്രമേ അതിൽ അത്ഭുതമുള്ളൂ. ഈ നാടിൻ്റെയും ഈ മണ്ണിൻ്റെയും മണം പേറുന്ന ഇവിടുത്തെ മനുഷ്യരുടെ കരുത്ത് ചുരമാന്തുന്ന കരങ്ങളിലേക്ക് ഒരു വിപ്ലവത്തിൻ്റെ ജ്വാല കൊളുത്തിവിട്ട ചോരച്ചെങ്കുടിക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് വി എസ് എന്നുള്ളത് കൊണ്ട് വി എസിൻ്റെ ഈ വേർപാട് ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് രാവിലെ മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ വെയിലും മഴയുമൊന്നും കാരിരുമ്പിൻ്റെ കരുത്തു പേറുന്ന കരങ്ങൾ ഉയർത്തുന്ന കർഷക തൊഴിലാളിയുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
എന്നതുകൊണ്ട് തന്നെയാണ് VS-നെ പോലെയുള്ള മനുഷ്യർ ഈ നാടിനെ പരുവപ്പെടുത്തിയിരിക്കുന്നത്, പാകപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാകമായ ഒരു മണ്ണിൽ മനുഷ്യന് ജനാധിപത്യ ബോധത്തോടുകൂടി നിൽക്കാം. രാജഭരണത്തെയും ബ്രിട്ടീഷ് ഭരണത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ അവകാശങ്ങളെയും ഒരേപോലെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ള മണ്ണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് ആ അവകാശബോധം നേടിയെടുത്തു കൊടുത്ത സഖാവ് VS-നെ പോലെയുള്ള ഒരു മനുഷ്യന്റെ യാത്ര അയക്കുമ്പോൾ ഇതുപോലെ ജനങ്ങൾ കാത്തു നിൽക്കും, ഇതുപോലെ ജനങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും. കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം ഇടവറതില്ലാതെ ഇവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വാക്കുകൾ അപാലവൃദ്ധം ജനങ്ങളും അതുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നേരത്തെ അനന്തൻ ചോദിച്ച പോലെ എങ്ങനെയാണ് ഈ നാട് VS-നെ ഓർക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നാട് കണ്ണീരോടെയാണ് VS-നെ ഓർക്കുന്നത്. കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയാണ്. എന്നാൽ ഒരു പോരാളിയായ VS-ന്റെ മുന്നിൽ അവർ കരയുകയല്ല, അഭിവാദ്യങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ യാത്രയിൽ അദ്ദേഹം മരിച്ചപ്പോൾ ജനങ്ങൾ കരഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് വിപ്ലവകാരിയായിട്ടുള്ള VS-ന് രക്താഭിവാദ്യം ഉറക്കെ വിളിച്ചു കൊടുക്കുന്നവരെ കാണാം. അവരുടെ കണ്ടമിടറുന്നുണ്ട് എങ്കിലും അവർ കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് നേതാവിന് വേണ്ടിയാണ് അവർ വിളിക്കുന്നത്. അവർ പറയുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഈ കണ്ണേ കരളെ എന്ന് മാത്രമല്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ആര് പറഞ്ഞു മരിച്ചുവെന്ന് എന്നുള്ള ചോദ്യമാണ് അങ്ങ് തിരുവനന്തപുരം മുതൽ ഇന്ന് അമ്പലപ്പുഴ വരെ എത്തുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ആരോടാണ്? ഇവിടുത്തെ ദുഷ്പ്രഭുക്കന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ യുവത്വത്തിന് മുന്നിലേക്കാണ്. 101 വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവത്വമായിരുന്നു VS. ആ യുവത്വത്തിലേക്കാണ് ചോദ്യം, ആര് പറഞ്ഞു മരിച്ചു എന്നുള്ളത്. അത്തരം മുദ്രാവാക്യങ്ങൾ ആയിരക്കണക്കിന് പേർ മുഷ്ടി ചുരുട്ടി വിളിക്കുമ്പോൾ അവരുടെ കണ്ടമിടറുന്നില്ല. അവർ ഒരേപോലെ ഒരേ താളത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ മുദ്രാവാക്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതായിരുന്നു VS, അതായിരുന്നു സഖാവ് കൃഷ്ണപിള്ള ഈ VS-നെ കൊണ്ട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ VS-ന്റെ ശിഷ്യന്മാരായി മാറിയിട്ടുള്ള അമ്പലപ്പുഴയിലെ സഖാക്കൾക്ക്, അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക്, അമ്പലപ്പുഴയിലെ ഏതൊരു സാധാരണക്കാരനും മണ്ണിനെയും മനസ്സിനെയും തിരിച്ചറിയുന്ന സഖാവ് VS-നെ തിരിച്ചറിയുന്ന ഒരു ജനതയ്ക്ക് ആ ഒരു ബോധ്യമുണ്ടാകും. അതിൻ്റെ കൂടി തന്നെ ഒരു കാഴ്ചയാണ് ഈ പൊരിമണലിലെ പൊരിവെയിലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേശീയപാതയുടെ പണി നടക്കുന്നുകൊണ്ട് കെട്ടിയുയർത്തിയ കോൺക്രീറ്റുകളുടെ മുകളിൽ പിടിച്ചു കയറി നിൽക്കുന്ന വൃദ്ധരെ കാണാം. കാലൊന്ന് തെറ്റിയാൽ താഴെ വീണു പോകുന്ന രീതിയിൽ ഉയരത്തിൽ അവർ നോക്കി നിൽക്കുകയാണ്. നോക്കത്താ ദൂരത്തോളം. ഇപ്പോഴും പുറക്കാടുന്ന് പുറപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ VS-നെ വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര. എങ്കിലും അവർ കാത്തു നിൽക്കുകയാണ്. ആ കാഴ്ചപ്പാട് അത് ഇവർക്കുണ്ടാക്കി കൊടുത്തത് ആ ഒരു പോരാളിക്ക് ആ രീതിയിലുള്ള ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ